ഇന്നത്തെ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. അല്ല നമ്മൾ തുർക്കിയിൽ നിന്ന് തുടങ്ങാം. തുർക്കി ഇന്ത്യയുമായിട്ട് പല രീതിയിലുള്ള നെഗോസിയേഷനാണ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് വ്യാപാര ബന്ധമൊന്നുമല്ല. അതായത് തുർക്കിയുടെ ഒരു കമിക്കാസ് ഡ്രോൺ നമ്മുടെ പക്കൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യയിലോട്ട് അയച്ച കമിക്കാസ് ഡ്രോൺ നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ അതിനെ നിർവീര്യമാക്കി ഡയറക്റ്റായിട്ട് തറയിൽ ഇറക്കി നമ്മൾ വളരെ എളുപ്പത്തിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഡിഫൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്രീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രീസിൻ്റെ ഒരു 14 അംഗ സംഘം കഴിഞ്ഞ മാസം ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗ്രീസിന് കൃത്യമായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ചില ടാക്ടിക്സ് ആണ്. ശരിക്കും ഇത് വർക്കാവും. അപ്പോൾ അങ്ങനെ വർക്കാവുന്ന സാഹചര്യത്തിൽ തുർക്കിക്ക് ഇപ്പോൾ ആ കമിക്കാസ് ഡ്രോൺ തിരികെ വേണം. ഇന്ത്യ ഇത് വേറെ എവിടെയും പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇതാണ് തുർക്കിയുടെ ഇപ്പോഴത്തെ നിബന്ധന, അല്ലെങ്കിൽ അഭ്യർത്ഥന, ഇല്ലെങ്കിൽ കാലുപിടുത്തം, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ സംഗതി ഇതാണ്. അപ്പോൾ ഈ കമിക്കാസ് ഡ്രോണിൻ്റെ ടെക്നോളജി ഇവരെന്ത് രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, ഇതിൻ്റെ മാക്സിമം എൻഡ്യൂറൻസ് എന്താണ്, ഇതെല്ലാം തന്നെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു പരിധിവരെ തുർക്കിക്ക് ഈ കമിക്കാസ് ഡ്രോൺ മേഖലയിലുള്ള വിൽപ്പനയും കൂടി ഇത് ബാധിക്കും. അങ്ങനെ തുർക്കി കരുതുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി തന്നെ ചൈനയുടെ P-15 എന്ന് പറഞ്ഞ ഒരു മിസൈൽ ഇന്ത്യക്കുള്ളിൽ വീണ് കടന്ന് അതൊരു സൈഡിൽ ചൈന ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞങ്ങൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തുർക്കി ഇപ്പം അതാ ഞങ്ങൾക്ക് കമിക്കാസ് ഡ്രോൺ തിരികെ വേണം, ചൈന നമ്മളെടുത്ത് ഞങ്ങൾക്ക് PL-5 തിരികെ വേണം എന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ തുർക്കി ചോദിക്കുന്നുണ്ട്. ഇപ്പം തുർക്കിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ഡ്രോൺ അല്ല അയച്ചത്. 10-12ഓളം ഡ്രോണാണ് പാകിസ്ഥാൻ ഈ കാറ്റഗറിയിൽ വരുന്നത് കമിക്കാസ് ഡ്രോൺ ഉപയോഗിച്ചത്. അത് പലതും ഇന്ത്യ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിലൊരു പീസാണ് കൃത്യമായിട്ട് ഇന്ത്യ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചത്. അപ്പം ഇതാണ് നമ്മളുടെ കയ്യിൽ പൂർണ്ണ രൂപത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ഡ്രോൺ, കമിക്കാസ് ഡ്രോൺ. ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ല കേട്ടോ. ഇത് നമ്മൾ പാകിസ്ഥാൻ്റെ ബോർഡറിൽ നിന്നും ഈ കമിക്കാസ് ഡ്രോൺ ഇന്ത്യയിലേക്ക് കടന്നു കയറിയപ്പോൾ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അപ്പം നമ്മളുടെ കയ്യിൽ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഡ്രോണിനെ ഇനാക്റ്റീവ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നിലവിൽ ഇത് ലൈം ലൈറ്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യക്കും തുർക്കിക്കും തമ്മിൽ എന്താണ് പ്രശ്നം, തുർക്കിക്ക് ഇപ്പോൾ ഈ ഡ്രോൺ തിരികെ വേണം എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇത് ഒരിക്കലും കൊടുക്കില്ല. എനിവേ, ഇതിലിപ്പോൾ എന്താണ് ഇന്ത്യ തുർക്കിക്കെതിരെ ഉയർത്തുന്ന വാദം? അതായത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്രോസ് ബോർഡർ തീവ്രവാദം നടത്തുന്ന, ഇന്ത്യക്കുള്ളിൽ ക്രോസ് ബോർഡർ തീവ്രവാദം നടത്തുന്ന ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ നിങ്ങൾ ആയുധം കൊടുത്ത് സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ത്യ നിരത്തുന്നത്. ഇത് ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് കൊടുത്തത് എന്നുള്ള നിലയിലുള്ള വാദങ്ങളാണ് തുർക്കിക്കുള്ളത്. തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യ അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്ത് ഗണ്ണിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, പാകിസ്ഥാന്റെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ വേറെയാണ്, ഇന്ത്യയുടെ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ വേറെയാണ്. കാരണം പാകിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇപ്പം പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ ലഷ്കർ എ തൊയ്ബയോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികളല്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഭീകരവാദികളാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദികളും ഇന്ത്യയുടെ ഭീകരവാദികളും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ആയുധം ശരിക്കും യഥാർത്ഥത്തിലുള്ള ഭീകരവാദികൾക്കെതിരെ അല്ല ഉപയോഗിക്കപ്പെടുന്നത്, ശരിക്കും ഇന്ത്യക്കെതിരെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദികളെല്ലാം തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ആരാണ്? ഇന്ത്യയാണ് അവർ എതിരാളിയായിട്ട് കരുതുന്നതും ദുഷ്മൻ എന്ന് വിളിക്കുന്നതും ശത്രുവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഭീകരവാദിയും ശത്രുമാരാണ്, ഇന്ത്യയാണ്. അപ്പോൾ അതിനെതിരെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ എവിഡൻ്റ് ആണ്. ഒരിക്കലും തുർക്കി ഉയർത്തുന്ന വാദങ്ങൾ വില പോവില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു തർക്കം നിലവിൽ ഇന്ത്യക്കും തുർക്കിക്കും ഇടയിൽ ഭയങ്കരമായിട്ട് ആളി കത്തുന്നുണ്ട്. അതാണ് നിലവിലെ വിഷയം. എന്നാൽ ഇപ്പം ഇതിനകത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ മുന്നിൽ ശരിക്കും കമിക്കാസ് ഡ്രോൺ വിഷയത്തിൽ തുർക്കി പെട്ടുകിടക്കുകയാണ്. അതാണ് ഇപ്പം നിലവിൽ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇത് ഒരു സൈഡിൽ നടന്നാലും ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്ന അവസരത്തിലാണ് ഇന്ത്യയെ ചുറ്റിപ്പറ്റി പാകിസ്ഥാന്റെ ഉള്ളിലും അവിടെയും ഇവിടെയും ഗ്രീസിന്റെ ബോർഡറുകളിലും എല്ലാം മെഡിറ്ററേനിയൻ ഓഷനിലും എല്ലാം ഇന്ത്യ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ വന്നിട്ട് തുർക്കി ഒരു ചെക്ക്മേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അത് നടക്കില്ല. ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ കയ്യിൽ കിട്ടിയ സാധനം ഒരിക്കലും നമ്മൾ കൊടുക്കില്ല. അത് ആരും കൊടുക്കില്ല, നമ്മളെന്നല്ല ആരും കൊടുക്കില്ല. ഇന്ത്യ K-15 എന്ന് പറഞ്ഞ ഒരു മിസൈൽ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് SSBNS, അതാണ് ഇതിൻ്റെ കാറ്റഗറി. ഇത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തന്നെ, അതായത് സബ്മറൈൻ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കിത് കൊടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 3500 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പരിധി. അമേരിക്ക നൈജീരിയയ്ക്കുള്ളിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഭീകരവാദികൾക്കെതിരെ നിർണായകമായിട്ടുള്ള 10 സ്പോട്ടുകളിലാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയതായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ നമ്മളുടെ മെയിൻ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം നമ്മൾ ജിയോ പൊളിറ്റിക്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ എടുക്കാറില്ല.
നമ്മൾ കുറേ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളുടെ വാർത്ത സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ നൈജീരിയ എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വൈകുന്നേരത്തെ ഇൻസൈറ്റ്സ് മലയാളം ചാനലിൽ വരുന്ന വീഡിയോയിൽ ഈ നൈജീരിയയുടെ വിഷയം ഞാൻ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. കിം ജോങ് ഉൻ ട്രംപിനെതിരെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 8700 ടൺ ഭാരമുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഡ് സബ്മറൈൻ ക്യാരിയിങ് ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റി ഉള്ള ഒരു സബ്മറൈൻ 8700 ടൺ കിലോ ഭാരമുണ്ട് ഇതിന്. അത്ര വലിയ മാസീവായിട്ടുള്ള ഭീമാഹാരമായിട്ടുള്ള ഒരു സബ്മറൈനാണ് സൗത്ത് കൊറിയ ബിൽഡ് ചെയ്ത് ഇന്ന് കിം ജോങ് ഉൻ അത് വിസിറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ്. നടത്തിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഓൾമോസ്റ്റ് US നേവിയുടെ ആ ഒരു മൈറ്റിയെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, US നേവിയുടെ കപ്പാസിറ്റിയെ മീറ്റ് ചെയ്യുന്ന ലെവലിൽ നമ്മൾ ഉയർന്നിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സൂചന. തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ട്രംപിന് നോർത്ത് കൊറിയയിൽ പോയിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യം. ഇത് തെളിയിക്കപ്പെട്ടതാണ്. ഇതിനു മുമ്പ്, അതായത് കഴിഞ്ഞ തവണ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണകാലത്ത് പുള്ളിക്കാരൻ ഇതേപോലെ കിം ജോങ് ഉന്നെതിരെ ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് എന്തായി? നേരെ പോയി ഷേക്കൻഡ് കൊടുത്ത് ഹായ് ബായ് പറഞ്ഞിട്ട് ചായ കുടിച്ചിട്ട് പിരിയേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എപ്പോഴും സംഭവിക്കും. ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ മോബ് ലിഞ്ചിങ്ങിൽ, അതായത് ഈ ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിനെ തുടർന്ന് മറ്റൊരു വ്യക്തിയെയും കൂടി ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതും മൈനോറിറ്റി കൊലപാതകം തന്നെയാണ്. അമൃത് മുണ്ടാൽ എന്നാണ് അയാളുടെ പേര്. രജ്ബാരി ഡിസ്ട്രിക്റ്റിൽ ഇവർ ഈ ഒരു പ്രതിഷേധ പ്രകടനം അവസാനിപ്പിച്ച സമയത്ത് പിടിച്ച് കൊലപ്പെടുത്തിയതാണ്. കൊല്ലുക എന്നുള്ളത് ഇവർക്കൊരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ. ഇന്ത്യൻ ആർമിയിലുള്ള സോൾജേഴ്സിന് ഫൈനലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ആർമി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മിലിറ്ററി ഇന്റലിജൻസ് അവരാണ് ഈ ഒരു ഡിസിഷൻ എടുത്ത് അപ്രൂവൽ കൊടുത്തത്. അപ്പോൾ ഇനി നമ്മുടെ സോൾജേഴ്സിന് ഇൻസ്റ്റാഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിന് വഴിയൊരുങ്ങുകയാണ്. അടുത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വേവലാതി എന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ എവറി ഡേ സഹകരണം വർദ്ധിപ്പിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ബോർഡർ ക്ലാഷുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നില്ല. അതിന് പകരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് സർവീസ് തുടങ്ങി. ചൈനയും ഇന്ത്യയും വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് മുന്നോട്ട് നീക്കുന്നു. അതിലുപരിയായിട്ട് ഇന്ത്യ ചൈനയിലേക്കുള്ള എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പം നെക്സ്റ്റ് ലെവലുകളിൽ ചർച്ചകൾ നടക്കുകയാണ്. അപ്പം ഇതൊക്കെ ശരിക്കും അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ ട്രംപിന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ ട്രംപ് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ട്രംപിന്റെ നയങ്ങൾ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രംപ് കാണിക്കുന്ന ഈ തരികിട പരിപാടികൾ ഇത് ഒട്ടും തന്നെ ശരിയായില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ളത് ട്രംപിനിപ്പം ഒരു വലിയ പ്രശ്നമായി വന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ, അതായത് ഒരു അമ്മ വാത്സല്യത്തോടു കൂടി മക്കളെ ഉപദേശിക്കുമല്ലോ, അതേപോലത്തെ ഉപദേശങ്ങളുമായിട്ടാണ് ഇപ്പം അമേരിക്ക ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയോട്. ഇന്ത്യ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ അരുണാചൽ പ്രദേശൊക്കെ അവന്മാർ എടുത്തുകൊണ്ട് പോകും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, ലഡാക്കിൽ സൂക്ഷിക്കണം, ഇങ്ങനെ പല രീതിയിലുള്ള ആശങ്കകളും പരിഭവങ്ങളുമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ട്രംപിന് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് പെൻറ്റഗൺ പറഞ്ഞിരിക്കുന്നത് അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ ചൈന ശരിക്കും ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങളാണ്, പാകിസ്ഥാനുമായിട്ട് ഡിഫൻസ് അതുപോലെ തന്നെ സ്പേസ് ഈ 2 മേഖലകളിലും ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പെൻറ്റഗൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം മറുപടി ചൈന കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് അമേരിക്ക എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. US റിപ്പോർട്ട് ചൈന ഐസ് അരുണാചൽ പ്രദേശ് ലൈക്ക് തൈവാൻ. അതായത് ചൈന എങ്ങനെയാണോ തായ്വാനെ നോക്കിക്കാണുന്നത് അതേ മാതൃകയിൽ അരുണാചൽ പ്രദേശിനെയും നോക്കിക്കാണുന്നുണ്ട്. അത് ഒരു വിദൂര ഭാവിയിൽ ശരിക്കും ഇന്ത്യക്ക് ദോഷം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, നമ്മൾ ഇതൊന്നും ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നും പുതിയ അറിവുകളല്ല. ഇതിപ്പോൾ അമേരിക്ക എടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് ഇത് അറിയുകയുള്ളൂ എന്നുള്ള രീതിയിൽ അമേരിക്ക ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്ക്. അല്ലാതെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഗ്ലോബലി ജിയോ പൊളിറ്റിക്സ് മോണിറ്റർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ചൈന അരുണാചൽ പ്രദേശിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളത്. ഇന്ത്യക്കെതിരെയുള്ള ഒരു നെഗോസിയേഷൻ പോയിന്റ് ആയിട്ട്, ഒരു നെക്ക് പോയിന്റ് ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അത് എപ്പോഴും ഉപയോഗിക്കും. അതുപോലെ തായ്വാൻ ഇപ്പോൾ കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ 1940s മുതലേ ചൈന തായ്വാന്റെ പുറകിലുണ്ട്. എന്നാൽ അവരെന്ത് തായ്വാനെ ഇപ്പോൾ പിടിച്ചടക്കിയോ?
അപ്പോൾ ഇതിങ്ങനെയാണ് അവർ ഇപ്പോഴും തായ്വാൻ ഞങ്ങളുടെ ആണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് അവർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും അരുണാചൽ പ്രദേശ് അവരുടെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്ക് ചൈനയുടേതാണെന്ന് ചൈനയ്ക്ക് അവകാശവാദമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സ്ഥലങ്ങൾക്കെല്ലാം അവർ ചൈനയുടെ ഭാഷയിൽ പേരും നൽകിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമ്മൾ എന്താണോ നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബോർഡർ ലൈൻ, അത് തന്നെ നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും. ആ അതിർത്തിയിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ഉണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബന്ധം തകരും. ഇത് ചൈനയ്ക്കും അറിയാം, നമുക്കും അറിയാം. ഈ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ചൈന ഇതിനെതിരെ 2 സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ചൈനയുടെ ഫോറിൻ മിനിസ്ട്രിയിൽ നിന്നും അവരുടെ സ്പോക്സ് പേഴ്സൺ ലിൻ ജിയാൻ ആണ് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത്. പുള്ളിക്കാരൻ പറഞ്ഞത് ചൈന ഇന്ത്യയുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്താനും ബന്ധം ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് ലിൻ ജിയാങ് പുറത്തുവിട്ടത്. ഇത് ചൈന ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അമേരിക്കയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക പുറത്തുവിടുന്നതെല്ലാം തന്നെ ഫേക്ക് നറേറ്റീവ്സ് ആണെന്നുള്ള ഒരു വാദമാണ് ചൈനയ്ക്കുള്ളത്. ചൈന ഡിസ്മിസസ് US ക്ലെയിം. US-ന്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ചൈന തള്ളിക്കളയുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ബീജിംഗ് ഹാൻഡിൽസ് ടൈസ് വിത്ത് ഇന്ത്യ. അതായത് ബീജിംഗ് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഒരു സ്ട്രാറ്റജിക് ഹൈറ്റ്സ് ആണ്. അതിനെ നോക്കിക്കാണേണ്ടത് ലോങ് ടേം ലെൻസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കിക്കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും കൂടിയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത്. അതൊരു ലോങ് ടേം സ്ട്രാറ്റജിയാണ്, അല്ലാതെ US പറയുന്നത് പോലെയുള്ള കാര്യങ്ങളല്ല ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് ചൈനയുടെ ഫോറിൻ മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ലിൻ ജിയാൻ പറഞ്ഞു വെച്ചത്. അതുപോലെ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മിഡിൽ മാൻ ആവാൻ അമേരിക്ക ശ്രമിക്കേണ്ട എന്നും കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെല്ലാം ഉള്ള ക്ലാസ് ഡയലോഗ്. ഇനിയിപ്പോൾ അമേരിക്ക ഇതിൽ എന്ത് മറുപടി പറയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ്സ്. അമേരിക്ക അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിൽ വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥതയാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. ഇതിനെല്ലാം വഴിയൊരുക്കിയതാരാണ്? ഡൊണാൾഡ് ട്രംപ് അല്ലേ? അതിനു മുമ്പ് ഇന്ത്യ ഈ രീതിയിൽ പെരുമാറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നിലവിൽ ഇങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സ് ഏഷ്യൻ സൈഡിൽ ഡെവലപ്പ് ആകുന്നത്. അത് അമേരിക്ക അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കുറേ കീ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.